തന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകൾ, ക്രിമിനലുകൾ, ആ ക്രിമിനലുകൾ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസുകാരനെ തല്ലിച്ചതക്കുമ്പോ, അവന് മൃഗീയമായി വേട്ടയാടുമ്പോൾ, ആ വേട്ടയാടിയ ഡിവൈഎഫ്ഐക്കാരൻ, ആ വേട്ടയാടിയ മാർക്സിസ്റ്റുകാരൻ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന വിവരം കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഒരു കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരൻ കടന്നു വന്നാൽ ആ യൂത്ത് കോൺഗ്രസുകാരനെ രാഷ്ട്രീയ എതിരാളികളായ ഡിവൈഎഫ്ഐക്കാരൻ മാത്രമല്ല, കാക്കിയുടുപ്പിട്ട ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് തല്ലി ചതക്കുന്ന മൃഗീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ഒരു സംഭവം നടന്നു, തളിപ്പറമ്പിൽ. ആ സംഭവം നടന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവിടെ നടന്നത് എന്നാണ്. നമ്മൾ ജീവൻ രക്ഷാ മരുന്നുകളെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഒരു പുതിയ ശൈലി, ഒരു പുതിയ നടപടി കേരളത്തിന്, ഒരു പുതിയ വാക്ക് കേരളത്തിന് സംഭാവന ചെയ്തിരിക്കുക: ജീവൻ രക്ഷാ പ്രവർത്തനം. എന്താ ജീവൻ രക്ഷാ പ്രവർത്തനം? ഒരു അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുക, അതാണ് ജീവൻ രക്ഷാ പ്രവർത്തനം. കൊല്ലത്തേക്ക് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ പോലീസിനോട് ചേർന്ന് നിന്നുകൊണ്ട് വടിയും എടുത്തുകൊണ്ട് ലാത്തിയും എടുത്തുകൊണ്ട് പോലീസിനെ തോളിൽ കൈവച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ തല്ലിയപ്പോ അവിടെയുള്ള ചുറുചുറുക്കുള്ള ആൺകുട്ടികൾ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ തിരിച്ച് തല്ലി ഓടിക്കുന്ന രംഗമാണ് ഇന്നലെ കേരളം കണ്ടത്. പ്രിയമുള്ളവരെ, ഇത് ജനാധിപത്യ രീതിയിൽ കടന്നുവന്ന് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമ്പോ ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർ ഗുണ്ടകളാണ് എങ്കിൽ പോലീസിലുള്ള ക്രിമിനലുകൾ ഈ പിണറായി വിജയന്റെ കോലോത്തകാരായി മാറുന്ന രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഗവർണറെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഗവർണറുടെ നടപടി ഒരിക്കൽ പോലും കോൺഗ്രസോ കോൺഗ്രസിന്റെ പ്രവർത്തകരോ ന്യായീകരിക്കുന്നില്ല. അവർക്കെതിരെ പ്രതിഷേധം വേണം. അവരുടെ സംഘി നിലപാടിനെതിരെയുള്ള പ്രതിഷേധ നാടകം കത്തിപ്പടരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ